ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 10 ലൈഫ് ലെസൺസ് ആണ്. സാദിയ ബേദിയ എന്ന ഡയറ്റീഷ്യനും യൂട്യൂബറും തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ 10 മനോഹരമായ ജീവിത പാഠങ്ങളാണ് ചേർക്കുന്നത്. ഇത് വളരെ സിമ്പിളും എന്നാൽ മീനിങ് ഫുള്ളുമായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായി ഇത് ഞാൻ പങ്കുവയ്ക്കുന്നത്. 1. ഐ കാൺ ഡു ഇറ്റ് യെറ്റ്. തൻ്റെ ലൈഫ് പാർട്ട്ണറെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തിലുണ്ടായൊരു അനുഭവം പങ്കുവച്ചത് സാദിയ ഓർക്കുന്നു. കൊച്ചുകുട്ടിയായിരുന്ന അയാൾ കരാട്ടെ ക്ലാസ്സുകൾക്ക് പോകുമായിരുന്നു. കാല് പൊക്കി കിക്ക് ചെയ്യാനോ മരപ്പലക തകർക്കാനോ അവന് സാധിച്ചിരുന്നില്ല. ഇതവനെ വളരെ അസ്വസ്ഥനാക്കുകയും എനിക്കിത് സാധിക്കുകയില്ല, ഐ കാൺട്ട് ഡു ഇറ്റ് എന്ന് പറയുവാനും അത് കാരണമായി. അത് കേൾക്കുമ്പോൾ അവൻ്റെ ടീച്ചർ പറയുമായിരുന്നു, അങ്ങനെയല്ല, ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ് എന്ന് പറയണമെന്ന്. 5 വർഷത്തിനു ശേഷം ഈ കൊച്ചുകുട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുകയും ചെയ്തു. ആ ടീച്ചർ സത്യത്തിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് തൻ്റെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു കഴിവും ജനിക്കുമ്പോഴേ ഉണ്ടാകുന്നതും അതുപോലെ നിലനിൽക്കുന്നതുമല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണെന്ന യാഥാർത്ഥ്യം ആ ടീച്ചർ പഠിപ്പിക്കുകയായിരുന്നു. ഇത് വളരെ പവർഫുള്ളായ മൈൻഡ് സെറ്റാണ്. കാരണം എന്തും സാധ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2. ദി സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. ഒരു സോഷ്യൽ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ സംസാരം മറ്റുള്ളവർക്ക് ഒക്വേർഡായി അരോചകരമായി തോന്നുമോ എന്ന ചിന്ത. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക എന്നെല്ലാം. ഇതിനെ സൈക്കോളജിയിൽ പറയുന്നതാണ് സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. എല്ലാ കണ്ണുകളും എൻ്റെ മേലാണെന്ന ചിന്ത. എന്നാൽ മിക്കവാറും ആളുകൾ തങ്ങളുടെ തന്നെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. എലനോർ റൂസ്വെൽറ്റിൻ്റെ ഒരു വാക്യമുണ്ട്, യു വുഡൻറ്റ് വറി സോ മച്ച് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് യു ഇഫ് യു റിയലൈസ്ഡ് ഹൗ സെൽഡം ദേ ഡു. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് വളരെ കുറച്ച് ചിന്തിക്കുന്നുള്ളൂവെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുമായിരുന്നില്ല എന്ന്. ഈ ഒരു ചിന്ത വളരെ ആശ്വാസം പകരുന്നതാണ്. കാരണം ഞാനായിരിക്കുന്നതിൽ ഞാനപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും. 3. ന്യൂട്രിഷൻ ബൈ അഡീഷൻ. നമ്മൾ ഹെൽത്തിയായി കഴിക്കണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കാറുണ്ട്. അതിനായി ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം നമ്മൾ വേണ്ടെന്നെല്ലാം തീരുമാനിക്കാറുമുണ്ട്. ഉദാഹരണമായി മധുരമോ ചിപ്സോ മറ്റും. എന്നാൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ആഹാരവുമായുള്ള ബന്ധത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരമായി എല്ലാ തരത്തിലുള്ള ആഹാരത്തെയും ഒരു ബാലൻസ്ഡായ രീതിയിൽ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായ തീരുമാനം. എനിക്ക് മധുര പലഹാരങ്ങൾ ഇനി മുതൽ കഴിക്കേണ്ട എന്ന് പറയുന്നതിനു പകരം കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഞാൻ എൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സഹായകരം. ഇത് കൂടുതൽ ഫോർഗിവിങ്ങും മോട്ടിവേറ്റിങ്ങുമായിരിക്കുമെന്ന് സാദിയ പറയുന്നു. കാരണം ഇത് എന്ത് വർജിക്കണമെന്ന ചിന്തയിൽ നിന്നും എന്ത് കൂട്ടിച്ചേർക്കാമെന്ന ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നു. 4. ഇറ്റ്സ് ഓക്കെ ടു ചേഞ്ച്. തങ്ങൾ പഠിച്ച കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ മേഖലയിൽ ജോലി കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്തു ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ഇത്ര കാലത്തെ പ്രയത്നം വെറുതെ ആയല്ലോ, അല്ലെങ്കിൽ വീണ്ടും ഒരു മാറ്റത്തെക്കുറിച്ച് എങ്ങനെ പറയുമെന്നെല്ലാം നമ്മൾ ആകുലപ്പെടാറുണ്ട്. മറ്റുള്ളവർക്കെല്ലാം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ പ്ലാനുണ്ട്. എന്നാൽ എൻ്റെ വ്യക്തതയില്ലായ്മ ഒരു വ്യക്തിപരമായ പരാജയമാണെന്നെല്ലാം നമുക്ക് പലപ്പോഴും തോന്നാം. എന്നാൽ മാറ്റം എന്നത് നമ്മൾ മോശക്കാരാണ് അല്ലെങ്കിൽ അത് നാണക്കേടാണ് എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സ്വരത്തെ ശ്രവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. നിങ്ങൾ എന്താകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതിലേക്ക് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് പരിചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം ക്ഷമയോടെ കാണുക. ബി പേഷ്യൻ്റ് വിത്ത് യുവർ സെൽഫ്. 5. ദ വേ യു ഡു വൺ തിങ് ഇസ് ദ വേ യു ഡു എവ്രിതിങ്. നീ എങ്ങനെയാണ് നിൻ്റെ പല്ല് തേക്കുന്നത് അതുപോലെ തന്നെയാണ് നീ നിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് തൻ്റെ ചേച്ചി ഒരിക്കൽ പറഞ്ഞതായി സാദിയ ഓർക്കുന്നു. താൻ വെപ്രാളം പിടിച്ച് റെസ്റ്റ്ലെസ്സായി പല്ല് തേക്കുന്നതും
എത്രയും പെട്ടെന്ന് തീർത്ത് അടുത്ത കാര്യം ചെയ്യുന്നതിനായി തിടുക്കം കൂട്ടുന്നതും തൻ്റെ ജീവിതത്തിലെ മറ്റു പല പ്രവൃത്തികളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതായി അവൾ കണ്ടു. നടക്കുമ്പോൾ തിടുക്കം കൂട്ടുന്നതും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 6. സെറ്റിംഗ് ഗോൾസ് ഫോർ സക്സസ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക്, ഗോൾസിലേക്ക് എത്തുവാൻ പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ തെറ്റായിരിക്കണമെന്നില്ല, മറിച്ച് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയായിരിക്കാം. എനിക്ക് പരീക്ഷയിൽ A ഗ്രേഡ് വേണം, അല്ലെങ്കിൽ എനിക്ക് 1ാം സ്ഥാനത്ത് എത്തണം എന്നെല്ലാം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവ മികച്ച ഗോൾസായി തോന്നുമെങ്കിലും സത്യത്തിൽ അവ ഔട്ട്കംസിനെ, അന്തിമമായൊരു റിസൾട്ടിനെ ആശ്രയിച്ചാണുള്ളത്. എന്നാൽ അവയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവ വളരെ ഡിസ്കറേജിംഗ് ആയി നമുക്ക് തോന്നാം. അതുകൊണ്ട് നമ്മുടെ കൺട്രോളിലല്ലാത്ത എൻഡ് റിസൾട്ടിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ കൺട്രോളിലുള്ള ആക്ഷൻസിൽ, പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിയാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. ഉദാഹരണമായി, എനിക്കിത്ര വെയിറ്റ് കുറയ്ക്കണമെന്ന ഗോൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആഴ്ചയിൽ ഇത്ര ദിവസം വർക്കൗട്ട് ചെയ്യും എന്ന ഗോൾ സെറ്റ് ചെയ്യുന്നത് പോലെ. ഇങ്ങനെ നമ്മൾ ഇൻപുട്സിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അവ ആക്ഷനബിൾ ആണ്, മെഷറബിൾ ആണ്. നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ റിസൾട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി കിട്ടുന്നതാണ്. 7. വെൻ യു വോണ്ട് ടു ഹാവ് ഇറ്റ് ഓൾ. നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും, എതിർ ദിശയിലുള്ളവയായിരിക്കും. സ്വപ്ന ജോലിക്കായി ദൂരദേശത്തേക്ക് പോകുമ്പോഴും വീടിനെ മിസ് ചെയ്യുന്നത് പോലെ, വീട്ടിലായിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ. തൻ്റെ അമ്മ പറഞ്ഞതായി സാദിയ ഓർക്കുന്നു, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിനക്ക് നേടാൻ സാധിക്കും, എന്നാൽ എല്ലാം ഒരേ സമയത്തല്ലെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ഓരോ സ്വപ്നങ്ങളും അതിൻ്റേതായ സമയങ്ങളിൽ മറ്റീരിയലൈസ് ചെയ്യുമെന്നതിൽ, യാഥാർത്ഥ്യമാകുമെന്നതിൽ അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 8. ദി 5-year റൂൾ. ഞാൻ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്വയം പറയുമ്പോൾ ഒരു കാര്യം സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. 5 വർഷത്തിനു ശേഷവും ഈ ഒരു മാറ്റത്തിൽ നിലനിൽക്കുന്നതായി എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കുമോ എന്നത്. അങ്ങനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവയെ നിലനിർത്തി കൊണ്ടുപോവുക പ്രയാസകരമായിരിക്കും. കാരണം ഏതൊരു മാറ്റവും കൊണ്ടുവരുവാൻ കൺസിസ്റ്റൻസിയും കുറേ നാളുകളിലേക്ക് അവ നിലനിർത്തി കൊണ്ടുപോകുന്നതും ആവശ്യമാണ്. അത് സാധ്യമല്ലെങ്കിൽ മറ്റൊരു സാധ്യമായ തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്രച്ചൻ റൂബൻ പറയുന്നു, വാട്ട് യു ഡു എവറി ഡേ മാറ്റേഴ്സ് മോർ ദാൻ വാട്ട് യു ഡു വൺസ് ഇൻ എ വൈൽ. 9. ആർ യു അഫ്രെയ്ഡ് ഓർ എക്സൈറ്റഡ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ട്. എന്നാൽ ഭയത്തിനും എക്സൈറ്റ്മെൻറ്റിനും വളരെ സമാനമായ ഫിസിക്കൽ സെൻസേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് ഭയമാണെന്ന് തോന്നുമ്പോഴും അത് യഥാർത്ഥത്തിൽ ഭയം തന്നെയാണോ അതോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന് സ്വയം ചോദിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അത് ഔട്ട്കം എന്തായിരിക്കും എന്ന ആകാംക്ഷയായിരിക്കാം, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭയത്തെ ഒരു എക്സൈറ്റ്മെൻ്റായി കാണുന്നത്, എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയായി കാണുന്നത് ഭയത്തെ മറികടക്കാൻ ഒരു നല്ല അപ്രോച്ചായിരിക്കും. പുതിയ കാര്യങ്ങളെ ട്രൈ ചെയ്യാൻ ഇത് നമുക്ക് ഊർജവും പകരും. കോറി ആലൻ പറയുന്നു, ഗോയിങ് ഫ്രം ബീങ് വറീഡ് അബൌട്ട് വാട്ട് മൈറ്റ് ഹാപ്പൻ ടു ബീങ് എക്സൈറ്റഡ് അബൌട്ട് വാട്ട് മൈറ്റ് ഹാപ്പൻ ഈസ് ഓൺലി എ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് അവേ. 10. ദി വോയിസ് യു ഹിയർ മോസ്റ്റ്. നമ്മൾ നമ്മുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് കൂടുതൽ ഇൻറ്റൻഷനലായി സംസാരിക്കുന്നത്, കൂടുതൽ കൈൻഡായി സംസാരിക്കുന്നത് ആവശ്യമാണ്. ഈ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ തേർഡ് പേഴ്സണിൽ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണമായി, ഞാനൊരു മണ്ടിയാണ്, എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറയുന്നതിന് പകരം സ്മജി എന്ത് മണ്ടിയാണ്, സ്മജിക്ക് ഈ കാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ അതല്പം വിയേർഡായി തോന്നിയേക്കാം. കാരണം മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറില്ല. എന്നാൽ പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ അങ്ങനെ പറയുന്നതിൽ നമുക്കത്ര മടിയുണ്ടാകാറുമില്ല. എന്നാൽ
നമ്മളെക്കുറിച്ച് തന്നെ തേർഡ് പേഴ്സണിൽ പറയുമ്പോൾ, മൂന്നാമതൊരാൾ പറയുന്നത് പോലെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മളത് കൂടുതൽ മയപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അല്പം കൂടി വ്യത്യസ്തമായി പറയാൻ ശ്രമിക്കാം. അവൾ ആ ഒരു സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് സ്വയം ഒരു മണ്ടിയായി അവൾക്ക് തോന്നിയെന്ന് പറയാം. ഇത് പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാനും പരിഹരിക്കുവാനും സഹായിക്കും. ഇത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുന്നത് കൂടുതൽ സേഫായൊരിടമായി കാണാൻ സഹായിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച ഒരു വലിയ പാഠം പങ്കുവെക്കുന്നു. ചെയ്യാൻ സാധിക്കുന്നവ മാത്രം ചെയ്യുക. മറ്റുള്ളവയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഞാനിത് ചെയ്യണമെന്ന് മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുകയില്ലേ എന്ന ചിന്തകൾ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കും. അതിനു പകരമായി എനിക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ആത്മാർത്ഥമായി വിലയിരുത്തുക. അവ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവയെക്കുറിച്ച്, ചെയ്യാൻ സാധിക്കാത്തവയെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം കളയാതിരിക്കുക. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ പല വിലയേറിയ കാര്യങ്ങളും ഉണ്ടാകും. മറക്കാതെ അവയെ താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.